നമ്മുടെ സ്പൈനിനിടയിൽ നെർവ് കംപ്രസ് ചെയ്യാൻ തുടങ്ങുന്നുവെങ്കിൽ ആദ്യത്തെ ലക്ഷണങ്ങൾ, അതായത് ഒരു കോമൺ മാന് തിരിച്ചറിയാൻ പറ്റുന്ന ആദ്യ സ്റ്റേജിലെ ലക്ഷണങ്ങൾ ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന് കഴുത്തിലതും രണ്ടാമത്തത് നടുവിലെയും ലക്ഷണങ്ങളായിട്ട് പറയാം. ഇപ്പം നടുവിൽ നെർവിനെ കംപ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് നടുവേദന ഒരു സിംറ്റമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തത് കാലിട്ടുള്ള ഷൂട്ടിംഗ് പെയിൻ, നമ്മൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ബെൻഡ് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ കുറച്ച് ദൂരം നടന്ന് വേദന കാരണം നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ വേദന കാരണം ഇരിക്കേണ്ടി വരിക. അമ്മമാർ പറയാറുണ്ട്, ഞാൻ അമ്പലത്തിലൊക്കെ പോവും, അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പ്രദക്ഷിണം വെച്ചിട്ട് വരുമ്പോഴേക്കും എനിക്ക് നിൽക്കാൻ വയ്യ, അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് പറയുന്നവരുണ്ട്. അതൊക്കെ നമ്മളൊരു ലക്ഷണമാണ്. കുറച്ച് നടക്കുമ്പോൾ ഡിസ്റ്റൻസ്, ഇപ്പം പറയുന്നുണ്ട് രാവിലെ ഞാൻ 2 കിലോമീറ്റർ നടക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അത് 1 കിലോമീറ്റർ നടക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളവർ അതിനർത്ഥം നമ്മുടെ നെർവിന് ചെറിയൊരു കംപ്രഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാലുകളെ സംബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങളാണ് നടുവിന് വരുന്നത്. കഴുത്തിനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കയ്യിലോട്ടുള്ള വേദന ഉണ്ടാകും, കയ്യിലോട്ടുള്ള തരിപ്പ്, നമ്മൾ എന്തെങ്കിലും ഗ്രിപ്പ്, നമ്മൾ ഗ്ലാസ് പിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹാൻഡ് റൈറ്റിംഗ് ചേഞ്ച് ആകുക, സൈൻ, നമ്മളിടുന്ന സൈൻ, കയ്യിൽ വിറയൽ ഒരുപാട് രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും ഇതും കാണുന്നത് നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ഒരു ന്യൂറോപ്പതി സിംറ്റംസ്, അതായത് ഒരു മൈലോപ്പതി സിംറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം.